രമേശ് ചേട്ടൻ കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കാം. രമേശ് ചേട്ടാ എന്തുണ്ട്? പിന്നെ വലിയ പ്രസിദ്ധമാണ് ഇവിടുത്തെ കായും കോയും. അപ്പോൾ അതിനെപ്പറ്റി എന്തൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ റെസിപ്പി കാര്യങ്ങൾ? ഇതിപ്പോൾ ആദ്യമുള്ളൊരു ഫുഡായത്. കർക്കിടക മാസം നമ്മളിപ്പോൾ ഈ നാടൻ കോയാങ്കലിയിൽ നല്ല പെട്ട ശരീരത്തിന് നല്ലൊരു ബലം കിട്ടുന്നൊരു ഫുഡായത്. ഇത് കാലാകാലം ഇടുക. പിന്നെ ചെറുപ്പം ജീലാറ്റുള്ള ആൾക്കാർ വന്ന് പൊയ്ക്കുണ്ടാക്കാൻ പറഞ്ഞ്. അപ്പോൾ സാധാരണ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിത് ആയിട്ട് പിന്നെ കമ്പനി ആക്കലുണ്ട് നാടൻ കോഴി. അപ്പോൾ ഇപ്പം പിന്നെ അപ്പാട് ഈ കോയിനുമായിട്ട് ഇപ്പം പിന്നെ വിൽപ്പന തുടങ്ങി. ഒരു കഴിഞ്ഞ കോട്ടൂർ ഉത്സവത്തിന് 3 മാസം മുമ്പിൽ. അപ്പോൾ ഉത്സവത്തിന് പോയ മാഹിയിലെ സജിത്ത് സ്പെഷ്യൽ ബ്ലോഗ് ഇട്ട്. പിന്നെ അനസ് ശബ്ദാൻ കുറേ ആൾ ഇട്ട്. ഇപ്പം മോശമായ കച്ചവടമുണ്ട്. കായും കോഴിയുണ്ട്, കാന്താര മുട്ടയുണ്ട്, പിന്നെ ഞായറാഴ്ച പതവനുണ്ട്, ബിരിയാണി ഉണ്ട്, പിന്നെ എല്ലാ എണ്ണക്കടിയുണ്ട്. ഇങ്ങനെ കച്ചവടമുണ്ട്. തുടങ്ങിയിട്ട് കച്ചവടം 10 കഴിഞ്ഞ പോലായി. കായും കോഴി തുടങ്ങിയിട്ട് 16 മാസം. ഒന്നരക്കല്ല. നല്ല ഉഷാറായിട്ട് പോകുന്നു. അപ്പോൾ പിന്നെ നമ്മളെ പിന്നെ താരത്തെ തേടിയുള്ള യാത്ര ഇനി തുടരുകയാണ്. അപ്പോൾ ശേഷം അടുത്ത വീഡിയോ.